സഹോദരൻ ശ്രീജീവിന്റെ മരണത്തിന് കാരണക്കാരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒറ്റയാൾ പോരാട്ടത്തിനു മുൻപിൽ അവസാനം സർക്കാർ കണ്ണു തുറന്നിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വെച്ച് ശ്രീജീവ് വിഷം കഴിച്ചു മരിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ കസ്റ്റഡിയിലെ ഭീകരമർദ്ദനമാണ് മരണകാരണമെന്ന് കംപ്ലയിന്റ് അതോറിറ്റിയും കണ്ടെത്തിയിരുന്നു. പാറശാല CI ആയിരുന്ന ഗോപകുമാർ, SI D ബിജുകുമാർ, ASI ഫിലിപ്പോസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതാപചന്ദ്രൻ, വിജയദാസ് എന്നിവരുടെ പേരെടുത്തു പറഞ്ഞ് സർക്കാരിന് റിപ്പോർട്ടും നൽകിയിരുന്നു. അവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിച്ച് സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക, അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലായിരിക്കുക, ശ്രീജീവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകുക എന്നീ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, പോലീസുകാർ കൊല്ലുക, തെളിവുകൾ നശിപ്പിക്കുക, കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ കോടതി തെളിവുകൾ ഇവർക്ക് നശിപ്പിച്ച് കളയുക. ഇപ്പോൾ കോടതി എല്ലാവരും വിഡ്ഢിയാക്കി മാറ്റുകയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഇതിനൊരു കർശനമായ ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് നീതി ഇവിടെ വേണം. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ട് സംശയരഹിതമായി അംഗീകരിക്കുന്നതായിരുന്നു നളിനി നെറ്റോയുടെ ഉത്തരവ്. എന്നാൽ സർക്കാർ മാറിയിട്ടും ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടായില്ല. 2014 മെയ് 21-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ശ്രീജീവ് മരിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ചാണ് ശ്രീജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.